കേണൽ രാജീവ് മണാലി, ക്യാബിനറ്റ് സുരക്ഷാ യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 6 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരിക്കുന്നത്. എന്തായാലും തുടർ നടപടികളെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്തും എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. എക്കാലത്തും കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുള്ളതുപോലെ ഭാരത മണ്ണിൽ കടന്നുകയറിയുള്ള ഈ ആക്രമണത്തെ അതേ ഗൗരവത്തോടുകൂടി തന്നെ കാണുകയല്ലേ? തിരിച്ചടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയല്ലേ? തിരിച്ചടി ഉണ്ടാകണം. അതെപ്പോൾ വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അത് എവിടെയാണ് ആ തിരിച്ചടി കൊടുക്കേണ്ടത്, എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചും ഒരു കൃത്യമായ അവലോകനം നടക്കും. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ചില കാര്യങ്ങളിൽ നമ്മൾ ഒരു മറുപടി കൊടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ അത് എപ്പോൾ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. കാരണം നമ്മൾ എന്ത് ചെയ്താലും ഏറ്റവും കുറഞ്ഞ എഫേർട്സ് വെച്ച് പാകിസ്ഥാൻ്റെ മുട്ടും മടക്കുന്ന മാതിരിയുള്ള അടിയായിരിക്കണം കൊടുക്കുന്നത്. അത് എവിടെയാണെന്ന് അത് നമ്മുടെ ആർമിയും സായുധ സേന വളരെ പ്രാപ്തരാണ് അക്കാര്യത്തിൽ. അവർക്ക് ഗവൺമെൻറ്റിൽ നിന്നൊരു ഗ്രീൻ സിഗ്നൽ കിട്ടിയാൽ അപ്പോൾ സംഗതി നടന്നിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. നേരത്തെ നമ്മൾ തിരിച്ച് അവരുടെ ചില സങ്കേതങ്ങൾ പോയി ബോംബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഒരു സങ്കേതമല്ല, ആ കംപ്ലീറ്റ് അവരുടെ എവിടെയൊക്കെ ഈ ഭീകരരുടെ ക്യാമ്പുകളുണ്ടോ, എവിടെയൊക്കെ ട്രെയിനിങ് നടക്കുന്നുണ്ടോ അവിടെ എല്ലാം തകർത്തിരിക്കണം. ഇതൊരു ഐസൊലേറ്റഡ് റിപ്ലൈ ആയിരിക്കാൻ പാടില്ല. ഒരു വ്യാപകമായ ഒരു മറുപടി തന്നെ കൊടുക്കണം. പാകിസ്ഥാൻ ഇന്ന് ഏറ്റവും മോശമായി സാമ്പത്തിക സ്ഥിതിയൊക്കെ മോശമായി നിൽക്കുന്നൊരു സമയമാണ്. അവർ ഇതിൽ കൂടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിന് ഇടവരുത്തരുത്. POKയും കൂടെ ഇപ്പം തന്നെ ചേർക്കാൻ ഉള്ളൊരു സമയവും കൂടെ ആയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടുത്തെ ജനതയും ഭാരതത്തിലേക്ക് ചേരണം എന്നുള്ള ആശ തന്നെ പ്രകടിപ്പിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സംസ്ഥാനം വീണ്ടും സംയോജിപ്പിക്കുന്നതിന് സമയമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യവും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കേണൽ രാജീവ് മണാലി, ഒരു കാര്യം കൂടി, നമ്മൾ ചരിത്രത്തിൽ ആദ്യമായി ഈ ഭീകരാക്രമണത്തിന് ശേഷം കശ്മീരി ജനത പാകിസ്ഥാനെതിരെ മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അവർ ഒന്നിച്ച് അണിനിരക്കുന്നത് കണ്ടു. ഞങ്ങളുടെ ജീവിതമാർഗമാണ് ഈ വിനോദസഞ്ചാരം, അതാണ് ഇവിടെ തടയപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, അവർ വഴിനീളെ ഈ വിനോദസഞ്ചാരികളോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതോ ഭീകരർ ചെയ്തതിന് ഇവിടെ വരാതിരിക്കരുത്, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് മാപ്പ് ചോദിക്കുന്നു എന്നതടക്കമുള്ള വളരെ വൈകാരികമായ രംഗങ്ങൾ കണ്ടതാണ്. അവർ പാകിസ്ഥാന് മുർദാബാദ് വിളിക്കുന്നത് കേട്ടതാണ്. അവരുടെ ജീവിതമാർഗം തടയരുത്, ഇത് നിങ്ങളെ ലക്ഷ്യം വെച്ചല്ല, അതായത് വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചല്ല, പകരം ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ കശ്മീരി ജനതയെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നവർ പറയുമ്പോൾ അവരുടെ വാക്കുകളിലെ ആ ആർജവം, യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള പെരുമാറ്റം, അതൊക്കെ തികച്ചും ആശാവഹമായ ഒരു കാര്യമല്ലേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായും ആശാവഹമായ കാര്യമാണ്. പിന്നെ ഒരു പടി കൂടെ കടന്ന് ചിന്തിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ മുർദാബാദ് എന്ന് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലെ ജനത പറയേണ്ട സമയം കൂടിയായിരിക്കുന്നു. അവരതിന് സജ്ജരാണ്. അവരെ കൊണ്ടത് പറയിപ്പിക്കേണ്ടത് നമ്മുടെ ഈ തരുണത്തിൽ നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്, കാശ്മീർ ഒന്നാകാൻ, ഇന്ത്യയുടെ ഭാഗമാകാൻ സമയം സംജാതമായിരിക്കുന്നു. അതിലേക്കായിരിക്കട്ടെ നമ്മുടെ ഭരണകർത്താക്കളുടെ ലക്ഷ്യം. പല പ്രാവശ്യമായിട്ട് നമ്മുടെ ഭരണകർത്താക്കൾ ഇത് ഊന്നി പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ അവരുടെ കഷ്ടകാലത്തിനായിരിക്കണം ഇങ്ങനൊരു ഹീനകൃത്യം ചെയ്യണമെന്ന് തോന്നിയത്. അവിടെയുള്ള ജനതയുടെ പ്രതികരണം വളരെ ആശ ഉളവാക്കുന്നതാണ്. അതിനും അപ്പുറം ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്, പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലെ ജനത അവർ സജ്ജരാണ് ഭാരതവുമായിട്ട് യോജിക്കാനും ഒരു ഏകീകൃത കാശ്മീർ അതിൻ്റെ ഒരു ഐക്യം വരേണ്ട സമയമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്കുള്ള പരിപാടികളും അതിനു വേണ്ട ഒത്താശകളുമാണ് നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്.